നമസ്കാരം. കാണാതാകുന്ന കുട്ടികളെ മദ്രസകളിൽ താമസിപ്പിക്കുന്നതിനെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇന്ന് ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ബാലാവകാശ കമ്മീഷൻ പറയുന്നത് ഇപ്രകാരമാണ്: കാണാതായ മിസ്സിംഗ് കേസുകളിൽപ്പെട്ട കുട്ടികളെ മദ്രസകൾ താമസിപ്പിക്കുകയും നിർബന്ധ ഇസ്ലാം വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ വ്യക്തമായ മൗലിക അവകാശങ്ങളുടെ നേർക്കുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. മൗലിക അവകാശങ്ങൾക്ക് നേരെയുള്ള ഒരു ലംഘനം തന്നെയാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മതവിദ്യാഭ്യാസം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പ്രവൃത്തിയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമല്ല ഇത്തരത്തിലുള്ള മദ്രസകൾ നടപ്പിലാക്കുന്നത്. ഒരു മതവിദ്യാഭ്യാസം മാത്രമാണ് ഈ മദ്രസകൾ വഴി നടപ്പിലാക്കുന്നത് എന്നും ദേശീയ ബാലാവകാശ കമ്മീഷൻ അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. മദ്രസകൾ പഠിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള കുട്ടികളെ പോലും ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസവും നൽകുവാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മതവിദ്യാഭ്യാസം മാത്രമല്ല ഇവർക്ക് നൽകേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ദേശീയ ബാലാവകാശ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് കേരളത്തിൽ മദ്രസാധ്യാപകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പിണറായി സർക്കാരിൻ്റെ നിലപാടിനെ കേരള ഹൈക്കോടതി വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചത്. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്ന മതത്തിൻ്റെ പൂർണ്ണസമയ പ്രവർത്തകരായിട്ടുള്ള മതപ്രചാരകന്മാരായിട്ടുള്ള ആളുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്? അതിനു വേണ്ടിയിട്ട് എന്തിനാണ് തയ്യാറാകുന്നത് എന്നൊക്കെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ഈ പ്രവർത്തനത്തെ കൂടെ നാം കൂട്ടിയോജിപ്പിച്ച് കാണുവാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലാകെ ഒട്ടനവധി ഇസ്ലാം ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഒട്ടനവധി യത്തീംഖാനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ യത്തീംഖാന എന്ന് പറയുന്നത് അനാഥരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടെ താമസിപ്പിക്കുന്നു, അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒരുക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരു നിർവചനങ്ങളാണ് ഇവരൊക്കെ നൽകുന്നത്. പക്ഷേ ഈ യത്തീംഖാനകളിൽ അന്യ മതസ്ഥരായിട്ടുള്ള വിഭാഗങ്ങളുടെ കുട്ടികൾ കൂടി എത്തപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ കണക്കിൽപ്പെടാത്ത ഇത്തരത്തിലുള്ള യത്തീംഖാനകൾ യാതൊരുവിധ നിയമപരമായിട്ടുള്ള ഇടപെടലുകളും ഈ കുട്ടികളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിയമപരമായിട്ടുള്ള യാതൊരു നടപടികളും ഇടപെടലുകളും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ ഈ യത്തീംഖാനകളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമ സംവിധാനം ഈ നാട്ടിൽ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, യത്തീംഖാനയിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മുടെ തനത് പൊതുവിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വിദ്യാഭ്യാസം കൂടി കൊടുക്കുവാനും അതുപോലെ തന്നെ യത്തീംഖാനകളെ സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കൂടിയിട്ട് പിണറായി സർക്കാർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യത്തീംഖാനയിലും അല്ലെങ്കിൽ മദ്രസയിലും ഒക്കെ പ്രവർത്തിക്കുന്ന മത പണ്ഡിതന്മാർക്ക് പെൻഷൻ കൊടുക്കാനും സർക്കാർ ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന പിണറായി സർക്കാർ ഈ യത്തീംഖാനകൾ അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ സർക്കാരിൻ്റെ നിയമപരിധിയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ഈ യത്തീംഖാനകൾ അനധികൃതമാണ് എങ്കിൽ അത് നിർത്തലാക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും, അതല്ല അവരുടെ മതസംവിധാനത്തിൽ നിന്നുകൊണ്ട് അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമപരമായിട്ട് നടക്കുന്ന യത്തീംഖാനകളാണ് എന്നുണ്ടെങ്കിൽ അവിടെ വളരുന്ന കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികളും അതും ഈ സർക്കാരിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. മാത്രമല്ല, പെൻഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് മദ്രസാധ്യാപകരെ സർക്കാർ സംരക്ഷിക്കുവാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് എങ്കിൽ അത്തരത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മതപാഠശാലകൾ, ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ധാരാളം മതപാഠശാലകളുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ അല്ലാതെയും ഒട്ടനവധി ക്ഷേത്രങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ധർമ്മപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള ഉദ്ബോധനം നടത്തുന്ന മതപണ്ഡിതന്മാർക്കൊക്കെ, ഹിന്ദുക്കളായിട്ടുള്ള മതപണ്ഡിതന്മാർക്കുമൊക്കെ പെൻഷൻ ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാകേണ്ടതായിട്ടുണ്ട്.
പെൻഷൻ സംവിധാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള റിസർവേഷൻ സംവിധാനമാക്കി പിണറായി സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലൂടെ അതിനെ തടയാനും, അതുമാത്രമല്ല ഹിന്ദു ആചാര്യന്മാർക്കും ഹൈന്ദവ പണ്ഡിതന്മാർക്കുമൊക്കെ ഈ ആനുകൂല്യം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാനുമൊക്കെ ഹിന്ദു സമൂഹം നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാട് നീങ്ങും. അതുകൊണ്ട് പിണറായി സർക്കാർ, കേരളത്തിൻ്റെ സർക്കാർ ഈ ചേരിതിരിഞ്ഞുള്ള അല്ലെങ്കിൽ ഈ മതപരമായിട്ടുള്ള വിവേചനം കാണിച്ചുകൊണ്ടുള്ള ഈ ആനുകൂല്യ വിതരണങ്ങൾ അവസാനിപ്പിച്ചാൽ കേരളത്തിൽ ഈ നവകേരളം അല്ലെങ്കിൽ പുരോഗമന കേരളം എന്നൊക്കെ പറയും, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോൾ വലിയ അപമാനമില്ലാതെ കടന്നു പോകുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ ജനത മാറിയേനെ അല്ലെങ്കിൽ മാറി ചിന്തിച്ചേനെ. നന്ദി, നമസ്തേ.